ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ യൂണിറ്റ് 2 എവേ ഫ്രം ഡിസീസസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ് us കൺട്രോൾ മോസ്കിറ്റോസ്, പേജ് നമ്പർ 31. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസസ് ബൈ കൺട്രോളിങ് മോസ്കിറ്റോസ്. എന്താണ്, നമുക്ക് ഒരുപാട് ഡിസീസസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസ് ഇറ്റ് ഇനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിങ് കണ്ടീഷൻ ഓൺലി ഇൻ അവർ ഹോം? എന്താണ്, അപ്പോൾ നമ്മുടെ ഹോമിൽ മാത്രം നമ്മൾ ഈ മോസ്കിറ്റോ ബ്രീഡിങ് ശ്രദ്ധിച്ചാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. We can't survive here. We have to look for other place to lay eggs. അപ്പോൾ എന്താണ്, ഒരു മോസ്കിറ്റോ അടുത്ത ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈനോട് പറയാണ് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ, നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല. വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസ് ടു ലേ എഗ്സ്. നമുക്ക് നമ്മുടെ എഗ്ഗ് ലേ ചെയ്യാൻ വേറൊരു സ്ഥലം അന്വേഷിക്കേണ്ടി വരുമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഹൗസ് ഫ്ലൈ എന്താ പറയണത്? ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കാനോട്ട് ലിവ് ഹിയർ. അപ്പോൾ എന്താ പറയണത്? ഈ ലൊക്കാലിറ്റി നല്ല ക്ലീൻ ആണ്, അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ക്ലീൻ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ഈ മോസ്കിറ്റോസിനും അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈസിനൊന്നും എഗ്ഗ് ലേ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സറൗണ്ടിങ്സൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. അപ്പോൾ എന്താണ്, ഈ കൊതുക് പെരുകുന്നത് തടയാനായിട്ടുള്ള കുറച്ച് വഴികളാണ് അവോയ്ഡിങ് വാട്ടർ ലോഗിങ്. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യം നമ്മൾ ഒഴിവാക്കുക. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള ഗ്രാസും വീഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്യണം. ക്ലീനിങ് ഡ്രെയിൻസ് ആർ, പിന്നെന്താ, നമ്മുടെ ഡ്രെയിൻ, അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ഓടകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്തരം വഴികളിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോസ്കിറ്റോസ് പെരുകുന്നത്, അതായത് കൊതുക് പെരുകുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. എന്താണ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? അപ്പോൾ ഈ മോസ്കിറ്റോ ബൈറ്റ്സ് എന്താ പറയുക, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? മോസ്കിറ്റോ, അതായത് കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും? കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഒരു പോയിൻ്റ് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഈ ഡോറുകളും അതുപോലെ തന്നെ വിൻഡോകളുമൊക്കെ ഈ വൈകുന്നേരമായാൽ അടച്ചിടുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? യൂസ് മോസ്കിറ്റോ നെറ്റ്സ്. നമുക്ക് മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഈ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാം. യൂസ് ഇലക്ട്രിക് ബാറ്റ്സ് ഫോർ കില്ലിങ് മോസ്കിറ്റോസ്. എന്താണ്, ഈ കൊതുകുകളെ കൊല്ലുന്ന ഇലക്ട്രിക് ബാറ്റ്സ് യൂസ് ചെയ്യുക. ദെൻ വിയറിങ് ലോങ് സ്ലീവ്ഡ് ക്ലോത്ത്സ്. എന്താണ്, ലോങ് സ്ലീവ്ഡ് ആയിട്ടുള്ള, അതായത് ഫുൾ കൈ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൊതുക് കടിയിൽ നിന്ന് മോചനം ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുള്ളിടത്ത് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. Will the hygiene of our surroundings be enough to prevent spread of diseases? Let us see some other things to keep in mind. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കി നോക്കാം. ഡിസീസസ്, കുറച്ച് ഡിസീസസ് തന്നിട്ടുണ്ട്. തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അപ്പോൾ എന്താണ്, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ,
അപ്പോൾ ഡിസീസസ് നമുക്ക് നോക്കാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ എന്താണ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും വരുന്ന ഡിസീസസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. അപ്പോൾ കഴുകിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഉപയോഗിക്കണം. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഫുഡ് ഐറ്റംസ് കവർ ചെയ്ത് വെക്കണം. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. എന്താണ്? തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഒക്കെ നമുക്ക് ഫുഡിലൂടെയും വാട്ടറിലൂടെയും വരുന്ന അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താ? ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. എയറിലൂടെയും അതായത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും വരുന്ന ഡിസീസസ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര. യൂസ് മാസ്ക്. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ എന്താണ്? വയ്യാണ്ടായി കിടക്കുന്നവരായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക. ദെൻ അവർ യൂസ് ചെയ്ത ഹാൻഡ് കർച്ചീഫ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഹാൻഡ് കർച്ചീഫും അതുപോലെ തന്നെ ക്ലോത്ത്സും ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. ദെൻ ഒരു മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് ഉപയോഗിക്കണം. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഹൈജീന് പാലിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ്? എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയുമുള്ള ഡിസീസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താ? ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. സോയിൽ അതായത് മണ്ണിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതെങ്ങനെ? യൂസ് ഫുഡ് വെയർ. അതായത് ചെരുപ്പ് ഉപയോഗിക്കുക. Then prevent wounds in the body from getting into contact with sewage. അതായത് എന്താണ്? ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. അതായത് ചീത്ത വെള്ളവുമായിട്ട് നമ്മുടെ മേത്ത് എന്തെങ്കിലും മുറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കോണ്ടാക്റ്റ് വരാതെ സൂക്ഷിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. അപ്പോൾ എന്തെങ്കിലും ഡേർട്ട് എന്തെങ്കിലും മേത്തോ കയ്യിലോ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈയും കാലും ഒക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഓക്കെ, വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂം ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ വീടും അതുപോലെ തന്നെ ഹോമും സ്കൂളൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇനി എന്താണ്? ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് നോക്കാം. Do communicable diseases affect only human? See the newspaper. അപ്പോൾ എന്താണ്? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഹ്യൂമൻസിന് മാത്രമാണോ പകരം? നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. Around 4,000 dogs in Wayanad suspected to be affected by canine distemper. Many die. എന്താണ്? ഒരു പകർച്ചവ്യാധി പിടിപെട്ടിട്ട് എന്താ? ഒരുപാട് നായ്ക്കൾ മരിച്ചു. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ റിപ്പോർട്ടഡ് ഇൻ കേരള, പത്തനംതിട്ട. Lumpy skin disease, over 2,000 animals died in state last week despite 100% vaccination of cattle. India bird flu outbreak, thousands of poultry to be culled over avian influenza. അപ്പോൾ ഇതെന്താ? ഒരുപാട് ആനിമൽസിന് വന്നിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരും. Have you observed the plants that have communicable diseases? See the picture. അപ്പോൾ ഇനി എന്താണ്? പ്ലാന്റ്സിന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താ? ബ്രൗൺ ലീവ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. അപ്പോൾ റൈസിൽ വരുന്ന ബ്രൗൺ ലീവ് സ്പോട്ട് ഡിസീസ്. ഇനി അടുത്തതിൽ എന്താ? പീ പ്ലാന്റിൽ വരുന്ന മൊസൈക്ക് ഡിസീസ്. അതുപോലെ തന്നെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. അപ്പോൾ എന്താണ്? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലാന്റ്സിനും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരും. ഓക്കെ,
Inquire about other diseases that affect plants and organisms. Write them in your science diary. അപ്പോൾ ബാക്കിയുള്ള ഡിസീസസ് നോട്ട് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ഹൈജീൻ ഹാബിറ്റ്സ്, അതായത് ശുചിത്വശീലങ്ങൾ. നമുക്ക് നോക്കി നോക്കാം. ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്. ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. അപ്പോൾ എന്താണ് ഈ എൻവിയോൺമെൻറ്റൽ ഹൈജീൻ പോലെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ ഓരോരുത്തരും സ്വന്തമായി ഹൈജീൻ പാലിച്ചാൽ മാത്രമാണ് നമ്മൾ എൻവിയോൺമെൻറ്റും ഹൈജീനായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പേഴ്സണലായി നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് തീരെ വൃത്തിയില്ലാത്ത ഹൈജീനൊന്നും പാലിക്കാത്ത 2 ചിത്രങ്ങൾ. ഓക്കെ, ദെൻ അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, ടിക്ക് ദം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ നല്ല ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽ, ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകുക. അത് തെറ്റാണ്. നമ്മൾ 2 പ്രാവശ്യം 2 നേരവും കൈ കഴുകണം. അപ്പോൾ അത് ശരിയല്ല. Brush teeth every night after meals. Brush teeth every night after meals. മീൽസിന് ശേഷം എല്ലാ രാത്രിയും നമ്മൾ ബ്രഷ് ചെയ്യണം. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ടിക്ക് ഇടുക. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ഹാൻഡ്സിൻ്റെയും അതുപോലെ തന്നെ ഫീറ്റിൻ്റെയും നെയിൽസ് ട്രിം ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട. അപ്പോൾ അതെന്താണ്, അത് ശരിയല്ല, കട്ട് ചെയ്യണം. ഓക്കെ, യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് നടക്കുമ്പോൾ നമ്മൾ ഫുഡ് വെയർ യൂസ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ gnawed ബൈ ബേർഡ്സ് ഒക്കെ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ബാക്കി കഴിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് തെറ്റാണ്. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ച സ്നാക്സും ഡ്രിങ്ക്സും കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റ് കൊടുക്കുക. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പബ്ലിക് സ്പേസിൽ സ്പിറ്റ് ചെയ്യുക, അത് പാടില്ല. ബാത്ത് ഡെയിലി, എന്നും ഡെയിലി ബാത്ത് ചെയ്യുക, അതും കറക്റ്റാണ്. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. Prepare and display posters related to personal hygiene and environmental hygiene. എന്താണ് ഈ പേഴ്സണൽ ഹൈജീനെ കുറിച്ചും എൻവിയോൺമെൻറ്റൽ ഹൈജീനെ കുറിച്ചിട്ടും പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ 2ാമത്തെ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.